Hi dears and welcome to a new video. Calicut യൂണിവേഴ്സിറ്റിയുടെ UGCAP 2023 ഡിഗ്രി അഡ്മിഷൻ ഏകജാലകമായി നടക്കുന്ന ഡിഗ്രി അഡ്മിഷന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് UGCAP 2023 ട്രയൽ അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ നിങ്ങൾ പലരും തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെന്റിന് നിങ്ങൾക്ക് എന്തൊക്കെ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഓപ്ഷൻസ് മാറ്റി കൊടുക്കേണ്ടത് എന്ന് മറ്റു കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഒയുടെ സൈറ്റിലാണ് ഇപ്പോൾ admission.uoc.ac.in എന്ന വെബ്സൈറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ UGCAP 2023 ട്രയൽ അലോട്ട്മെന്റ് എന്ന് കാണാം. ട്രയൽ അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ UGCAPന്റെ പേജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. UGCAP 2023 ട്രയൽ അലോട്ട്മെന്റ്. അപ്പൊ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലോഗിൻ പേജാണ് വരുന്നത്. ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പൊ ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ചവരൊക്കെ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലഭിക്കാത്തവർക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, അപ്പൊ എന്തൊക്കെയാ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ പോയിട്ട് ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുക. ട്രയൽ അലോട്ട്മെന്റ് നോക്കാനായിട്ട് നിങ്ങൾക്ക് 2 ദിവസത്തെ സമയമുണ്ട്. ജൂൺ 22 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്ത അപേക്ഷയിൽ എന്തെങ്കിലും ഒരു തെറ്റുകൾ ഉണ്ട് അല്ലെങ്കിൽ എഡിറ്റിംഗ് ഉണ്ട് എങ്കിൽ ഇപ്പൊ നിങ്ങൾ കറക്റ്റ് ഇനി ഒരു എഡിറ്റ് ഇല്ലാതെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തന്നെ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിലും ഇപ്പൊ ചെയ്യാം. അതിനുള്ള സമയം ഈ ജൂൺ 22 വരെയാണ്. വൈകിട്ട് 3 മണി വരെ ആയിരിക്കും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി ഒഴികെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. മാർക്ക് ലിസ്റ്റുകൾ, കാര്യങ്ങൾ, മാർക്കിന്റെ കാര്യങ്ങൾ, നിങ്ങളുടെ വെയിറ്റേജസ്, ഓപ്ഷൻസ് കൊടുത്തത് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മൊബൈൽ നമ്പർ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, പേരും മൊബൈൽ നമ്പർ ഒന്നും തെറ്റാതെ കൊടുക്കാൻ. കാരണം ആ മൊബൈലിലേക്കാണ് എല്ലാ കമ്മ്യൂണിക്കേഷനും വരുന്നത്. അത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂല. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് ചെയ്തിട്ട് നിങ്ങൾ ആ പുതുതായിട്ട് കൊടുത്ത അപ്ലിക്കേഷൻ, അതായത് എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള അപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, എഡിറ്റ് ചെയ്യാൻ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ഓർ അൺലോക്ക് എന്നൊരു ഓപ്ഷൻ കാണാം. അത് വെച്ചിട്ടാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്തിട്ട് എന്തൊക്കെയാ മാറ്റം എന്നുള്ളത് വെച്ചാൽ അതൊക്കെ ചെയ്തു കൊടുക്കുക, മാറ്റങ്ങളൊക്കെ വരുത്തുക, എന്നിട്ട് സേവ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം. എന്തെങ്കിലും നിങ്ങൾ തെറ്റായിട്ട് ഇനി നിങ്ങൾ കൊടുത്ത എന്തെങ്കിലും ആപ്ലിക്കേഷനിൽ തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് നിങ്ങൾക്ക് റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് കറക്റ്റ് അല്ലേ, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് അല്ലേ എന്ന് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ വരുന്നത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതായത് NSS NCC പോലുള്ള വെയിറ്റേജ് വരുന്ന മാർക്സും പ്ലസ് ടുവിന്റെ മാർക്സും ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ലേ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. ഇനി ഓപ്ഷൻസ് എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുള്ളത്, ഇപ്പൊ ട്രയൽ അലോട്ട്മെന്റ് വന്ന എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുമോ അല്ലെങ്കിൽ ഏത് കോളേജാണ് കിട്ടാൻ ചാൻസ് എന്നുള്ള ഐഡിയ ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ട്രയൽ അലോട്ട്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പണ്ട് മുതലേ പറയാറുണ്ട്. കാരണം ഈ ഒരു അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങളെ പൊസിഷൻ എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജ് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളതിന്റെ ഒരു ഐഡിയ ആണ് ഈ ട്രയൽ അലോട്ട്മെന്റ്. അപ്പൊ ഈ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് താഴെയാണ്, കുറവാണ്. അപ്പോൾ ബാക്കിയുള്ള കുറെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അവർക്കൊക്കെ അലോട്ട്മെന്റ് വന്നു, ഇത്ര മാർക്കുള്ള ആ കുട്ടിക്ക് ഈ കോളേജിൽ അലോട്ട്മെന്റ് വന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് കുറച്ച് കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ എയ്ഡഡ് കോളേജസ് കൂടുതലായിട്ട് കൊടുക്കുക ഗവൺമെന്റ് കോളേജിനേക്കാളും, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസ് കുറച്ച് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. ആ ഓപ്ഷൻസ് കുറച്ച് ഏറ്റവും ലാസ്റ്റ് കൊടുക്കാതെ ഒരു 2-3 ഓപ്ഷൻ മുകളിലാക്കി കൊടുക്കുക. അതായത് പറഞ്ഞു വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, നിങ്ങൾ ഓപ്ഷൻ കൊടുത്തതൊക്കെ ഗവൺമെന്റ് കോളേജസ്, എയ്ഡഡ് കോളേജസ്, ഈ 2 ലിസ്റ്റിൽ മാത്രം വരുന്ന കോളേജാണ് എങ്കിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് വന്നില്ല എന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 സെൽഫ് ഫിനാൻസിങ് കോളേജസ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സസും കൂടി ഓപ്ഷനിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക.
അല്ലെങ്കിൽ വേറെ സബ്ജക്ട്സ്, ഇപ്പോൾ ഒരു കെമിസ്ട്രി ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് കെമിസ്ട്രിക്ക് കിട്ടിയില്ല, ഓക്കെ, പക്ഷെ ആ കോളേജിൽ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മറ്റ് സബ്ജക്ട്സിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇൻഡെക്സ് മാർക്ക് ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഇൻഡെക്സ് മാർക്ക്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ചെക്ക് ചെയ്യുക. ലാസ്റ്റ് ഇയർ ഇൻഡെക്സ് മാർക്ക് സൈറ്റിലുണ്ട്, അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കുള്ള ഇൻഡെക്സ് മാർക്ക് ഓക്കെ കെമിസ്ട്രിക്ക് കിട്ടൂല, ദാറ്റ്സ് ഫൈൻ, മാത്സിന് ചിലപ്പോൾ കിട്ടിയേക്കാം, അല്ലെങ്കിൽ ബോട്ടണിക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം ആ ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പം കെമിസ്ട്രി കഴിഞ്ഞിട്ട് ഒരു താഴത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ മുകളിലത്തെ ഓപ്ഷൻ ഒക്കെ ആയിട്ട് ബോട്ടണി വെച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ ബോട്ടണിക്ക് ഒരു ചാൻസ് ഉണ്ടല്ലോ, അങ്ങനെ ബോട്ടണിക്ക് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കും. ഇനി അടുത്ത ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ആ കോളേജിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സ് തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ബോട്ടണിയിൽ ഒരാൾക്ക് കെമിസ്ട്രിക്ക് വേക്കൻസി ഉണ്ട്, കെമിസ്ട്രിയിലേക്ക് കയറാൻ പറ്റും. അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റ് അല്ല, അത് കറക്റ്റ് മെറിറ്റ് ബേസിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ പലർക്കും ഈ കാര്യങ്ങൾ അറിയില്ല. നമ്മൾ കെമിസ്ട്രി മാത്രമാണ് വിചാരിച്ചത്, അതുകൊണ്ട് കെമിസ്ട്രി മാത്രം അപ്ലൈ ചെയ്തു, എല്ലാ കോളേജിലും കെമിസ്ട്രി മാത്രം അപ്ലൈ ചെയ്തു, അങ്ങനെയാണ് നമ്മൾ പൊതുവേ ഒരു ധാരണ. അപ്പൊ അതിന് പകരം ഇങ്ങനെ ഉള്ള ഒരു ചെറിയ കുറുക്കു വഴികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഉദ്ദേശിക്കുന്ന കോളേജിൽ കയറാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. സോ എല്ലാവരും ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുക, എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട്, എഡിറ്റ് അൺലോക്ക് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക, ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനോ മാറ്റാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. സോ that's it. Okay, anyway, thank you, thanks for watching, keep supporting, thank you.